Yes, okay. Have a good morning. Good morning. Morning, sir. ബാക്കിയുള്ളവർക്ക് ആർക്കും നേരം വെളുത്തില്ലേ? ഹലോ 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 ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. Good morning, sir. Good morning, sir. യെസ്, ഒന്ന് ഉഷാറാവും. രാവിലെ ഫസ്റ്റ് അവറാണ്. അങ്ങനെ ഒരു ഉറക്കം തൂങ്ങിയ മട്ടില് അറ്റൻഡ് ചെയ്യല്ലേ? റൈറ്റ്, ഓക്കെ. ഇന്നത്തെ ആർക്കും എക്സാം എന്തൊക്കെ ഉണ്ടോ? ആള് കുറവാണല്ലോ. ഓ, ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് തുടങ്ങാം. കാത്തിരിക്കുന്ന കാർത്തൂലല്ലോ അല്ലേ? സോ ഇത് രണ്ടാമത് ഡിസൈൻ തന്നെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചധികം ടോപ്പിക് തീർക്കാനുണ്ട്. സോ വിൽ സ്റ്റാർട്ട്. റൈറ്റ്, ഓക്കെ. സോ ഇന്നലത്തെ പ്രോബ്ലം, അതിനു മുമ്പ് ഇന്നലെ തന്ന പ്രോബ്ലം ആർക്കും ചെയ്ത് കിട്ടിയോ? ആർക്കും എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ? ചിലപ്പോ ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. ലോഡ് തന്നില്ലേ അങ്ങനെ ലോഡ് കിട്ടിയിട്ടില്ല അല്ലെ? ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ? പിന്നെ ലെങ്ത് എല്ലാം ഒന്ന് തന്നെ L1 L2 എന്നൊരു ഇക്വേഷൻ ഇല്ലേ, കമ്പൈൻഡ് ഇക്വേഷൻ ഒരു ലെങ്ത് അല്ലേ വന്നിട്ടുള്ളൂ. ഓക്കെ, രണ്ട് പ്രോബ്ലം ആയി അല്ലെ? നോക്കാം, നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഇതെല്ലാം തന്നിട്ടുണ്ടോ അല്ല തന്നിട്ടില്ലേ, കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു പ്രശ്നങ്ങൾ എല്ലാവരും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? അത് സോൾവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. യെസ്, ഓക്കെ. അസ്യൂമിങ് എല്ലാവരും അത് ട്രൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്ക് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരുന്നു പ്രോബ്ലം അല്ലെ? Okay. Right. A plate 90 mm wide and 15 mm thick is welded to another plate by a single transverse weld. Right. നമുക്ക് ആദ്യം പറയുന്ന പോലെ തന്നെ നമുക്ക് ആദ്യം ഈ ഡയഗ്രം ഇങ്ങോട്ട് വരക്കാം. ഓക്കെ, ഇങ്ങനെയാണ് പറയുന്നത്. A plate 90 mm wide and 15 mm thick is welded to another plate by a single transverse weld and a double parallel fillet weld. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. അപ്പൊ നമുക്ക് കണ്ടീഷൻ വരക്കാം. അപ്പോ സിമ്പിൾ കണ്ടീഷൻ ഇതുപോലെയാണ് വരിക. ഓക്കെ, ഇത് സെക്കൻഡ് പ്ലേറ്റ്, അതിന്റെ മുകളിൽ ഫസ്റ്റ് പ്ലേറ്റ്, ഇറ്റ് ഇസ് വെൽഡഡ്. ഓക്കെ, രണ്ട് പ്ലേറ്റുകളായി. റൈറ്റ്. നോ അത് വെൽഡ് ചെയ്തിരിക്കുന്നത് സിംഗിൾ ട്രാൻസ്വേഴ്സ് വെൽഡും ഉണ്ട്, അതുപോലെ തന്നെ ഡബിൾ പാരലൽ ഫില്ലറ്റ് വെൽഡ് ഉണ്ട് അല്ലെ? സിംഗിൾ ട്രാൻസ്വേഴ്സ് വെൽഡ് എന്ന് പറഞ്ഞാൽ അതായത് ഇതാണ് സിംഗിൾ ട്രാൻസ്വേഴ്സ് വെൽഡ് വരിക. അതുപോലെ ഡബിൾ ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ് വെൽഡും കൂടെ ഉണ്ട് അല്ലെ? ഡബിൾ പാരലൽ ഫില്ലറ്റ് വെൽഡും കൂടെ ഉണ്ട്. അപ്പൊ കംപ്ലീറ്റ് സെക്ഷൻ ഈസ് വെൽഡഡ്. ഇതാണ് അതിന്റെ അവസ്ഥ, ഇതാണ് ആ കണ്ടീഷൻ. റൈറ്റ്. നോ വേറെ എന്തൊക്കെയാ പറയുന്നത്? ഒന്ന്, ദ പ്ലേറ്റ് ഈസ് 90 mm wide. ഓക്കെ, ശ്രദ്ധിക്കണം. എ പ്ലേറ്റ് 90 mm wide and 15 mm thick is welded to another plate. എന്ന് വെച്ചാൽ ഇതാണ് അടുത്തതിന് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ? നോ ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് 90 mm wide. റൈറ്റ്, 90 mm wide and the thickness of this one, thickness നമ്മൾ കൊടുക്കുന്നത് ടി അല്ല, thickness of the plate അല്ലെങ്കിൽ സൈസ് ഓഫ് ദ വെൽഡ്. thickness എസ് എന്ന് പറയുന്നത് സൈസ് ഓഫ് വെൽഡ് ആണ്, അതുപോലെ തന്നെ thickness ഓഫ് പ്ലേറ്റ് ആണ്, സൈസ് ഓഫ് വെൽഡ് ആണ്. അത് തന്നെയാണ് thickness ഓഫ് പ്ലേറ്റും അല്ലെ? thickness ഓഫ് പ്ലേറ്റ്. ഓക്കെ, എസ് റെപ്രസെന്റ് സൈസ്, ആ രീതിയിലാണ് ഇത് നോട്ടേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, സോ thickness ഓഫ് പ്ലേറ്റ് ഇസ് ഈക്വൽ ടു എത്ര 15 mm thickness ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? 15 mm thickness is welded to another plate, right? By means of a single transverse weld and a double parallel fillet weld. Fine, we have represented that in the question, right? Now find the length of the parallel fillet weld if the plate is loaded by a static tensile load. Okay, so this is loaded by a static tensile load P.
Okay, so this P load is not given. അല്ലെ അതാണ് ആദ്യത്തെ പ്രശ്നം. സൗരവ് ഇപ്പൊ പറഞ്ഞ പ്രശ്നം എന്ന് പറഞ്ഞാൽ P ലോഡ് തന്നിട്ടില്ല. നമുക്ക് അറിയാവുന്ന രീതിയിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. Okay, so you are asked to find out എന്താ find the length of the parallel fillet weld. So you are asked to find out the length of this parallel fillet weld. You have to find the L. Okay, see, to proceed with this problem, as I said, ഒരു കമ്പൈൻഡ് എന്നൊക്കെയാണ് ട്രാൻസ്വേഴ്സ് ഫില്ലറ്റും അതുപോലെ പാരലൽ ഫില്ലറ്റ് വെൽഡും കൂടെയാണ് വരുന്നത്. റൈറ്റ്. Now for that, the resistance offered by this weld is equal to, you know that resistance offered by the weld P is equal to, നമുക്ക് ഇങ്ങനെ പറയാം, എന്താ വരാ, ഒരു ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ് വെൽഡ് ഉള്ളതുകൊണ്ട് തന്നെ your equation will be 0.70, sorry, okay, P is equal to നമുക്ക് ഫസ്റ്റ് ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ് വെൽഡ് കേസ് എടുക്കാം 0.707 ജനറൽ ഇക്വേഷൻ അറിയാം ഇൻറ്റു എസ് ഇൻറ്റു എൽ ഇൻറ്റു എസ് എൽ ഇൻറ്റു സിഗ്മ ടി ആണ് അല്ലെ, എസ് ഇൻറ്റു എൽ ഇൻറ്റു സിഗ്മ ടി. നൗ വാട്ട് ഈസ് ദ ലെങ്ത് അല്ലെ? സൗരവ് രണ്ടാമത് പറഞ്ഞൊരു ഇഷ്യൂ എന്തായിരുന്നു, ലെങ്ത് തന്നിട്ടില്ല എന്നുള്ളതായിരുന്നു രണ്ടാമതൊരു ഇഷ്യൂ പറഞ്ഞു അല്ലെ. ഇവിടെ നോക്കിയാല് ഒബിയസ്ലി ഇതാണ് ഇതിന്റെ ലെങ്ത്, ഈ ഒരു പോർഷനിലെ ലെങ്ത് അല്ലെ. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദ വിഡ്ത്ത് ബി അല്ലെ, അലോങ് ദ വിഡ്ത്ത് ആണ് അത് അവിടെ വെൽഡ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ അത് തന്നെയാണ് അതിന്റെ ലെങ്ത് അല്ലെ. സോ ഹിയർ യുവർ എൽ ഈസ് ആക്ച്വലി ദ വിഡ്ത്ത് ബി. ഓക്കെ, ഇതാണ് അതിൽ വരുന്ന ഒരു വേരിയേഷൻ. റൈറ്റ്. പ്ലസ് ഡബിൾ ട്രാൻസ്വേഴ്സ് double parallel fillet weld, right? So that is 1.414 into S is the size of the weld, L is the length of the weld into the shear stress. Okay, now this will give you, this is the final equation, that this is the total resistance that is offered by the weld. Therefore the total resistance offered by the weld is equal to 0.707 S into P into sigma T എന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ. Okay, ഈ shaded portion, fully shaded portion, the resistance offered by this portion plus 1.414 into S into L into tau normal, this the resistance offered by the parallel fillet weld. Okay, so combined item total resistance കിട്ടുന്ന. Right. Now let us try to substitute the values. Okay, അങ്ങനെയാണെങ്കിൽ your P will be equal to 0.707 into S. S is the size of the weld. Size of the weld is nothing but the thickness of the plate. So that is equal to 15 into 15 into B is the width. That is equal to 90 into sigma T. Yes, that is 70 Newton per mm square plus 1.414 into S is the size of the weld, which is nothing but 15 into length arila into shear stress. Shear stress is 55. Okay, see now still problem ഉണ്ട് എന്താണ്, length is unknown and load is unknown. Okay, there are two unknowns and one equation. Okay, so the next step is to find the load. അതിനു വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് വേറെ ഇൻപുട്ട് കാര്യങ്ങളൊന്നുമില്ല, ആക്ച്വൽ ലോഡ് മിസ്സായി പോയതല്ല. ഹിയർ ഈ ക്വസ്റ്റ്യനിൽ പറയുന്ന ഒരു കാര്യം, ദിസ് ഇസ് ദ ഷിയർ സ്ട്രെസ്. ഞാൻ ഇവിടെ നൊട്ടേഷൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ എങ്കിലും ക്വസ്റ്റ്യനിൽ നമുക്ക് ഇങ്ങനെയാണ് പറഞ്ഞത്, take the allowable tensile stress of the plates. Okay, it is the allowable tensile stress of the plate ആണ് sigma T അല്ലെ, വെൽഡിന്റെ അല്ല, it is the allowable tensile stress for the plate. Okay, now right, now അങ്ങനെയാണെങ്കിൽ the maximum load that can be applied to the plate, maximum load that can be applied to the plate P is equal to, നമുക്ക് പറയാം, it is nothing but tensile stress into area of the plate ആണെന്ന് പറയാം അല്ലെ, പറഞ്ഞൂടെ? കാരണം സിഗ്മ ടി എന്ന് പറയുന്നത് ആ പ്ലേറ്റിന് താങ്ങാൻ പറ്റാവുന്ന പെർമിസിബിൾ സ്ട്രെസ് ആണ്. റൈറ്റ്. സോ അങ്ങനെ ആകുമ്പോ നമുക്ക് ഇങ്ങനെ പറയാം, റൈറ്റ്, സിഗ്മ ടി ഇൻറ്റു എ എന്ന് പറയാം അല്ലെ, where A is the cross sectional area. Right. Now this is equal to sigma T value നമുക്കറിയാം, it is nothing but 70 into cross sectional area എന്താണ്, width into thickness ആണ് അല്ലെ, width B into thickness is nothing but size of the weld. Okay, substitute the values, find the value of P, then equate these two and find the value for L. That's it.
ചെയ്തൂടെ? അങ്ങനെ ചെയ്താൽ നെഗറ്റീവ് ആൻസർ എങ്ങനെയാടാ? നെഗറ്റീവ് ആൻസർ വന്നിന് അങ്ങനെ ചെയ്തു തരാം. അയ്യോ ഇല്ല. പി ലോഡ് എത്ര കേട്ടോ? പി ലോഡ് സോൾവ് ചെയ്താൽ 94,500 വരും. അത് നമുക്ക് ചെക്ക് ചെയ്യാം. അയ്യോ പി വാല്യൂ എത്ര കിട്ടും? 94,500 കിലോന്യൂട്ടൺ. ഫൈൻ, ഓക്കെ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.07 ഒന്ന് ചെയ്ത് നോക്കി, എല്ലാവരും നോക്കി. ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വന്നായിരിക്കും. അങ്ങനെ വരില്ല. ആൻസർ ഇസ് 36. ന്യൂട്ടൺ. ഇത് ചിലപ്പോൾ കിലോ ന്യൂട്ടണിൽ മാറ്റാതെ ആയിരിക്കും പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ യൂണിറ്റിൽ ഒന്ന് ചെക്ക് ചെയ്യുക. ബാക്കിയെല്ലാം എംഎം തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. അതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എൽ. പെട്ടെന്ന് കണ്ടുപിടിക്കാം. 23 അല്ലല്ലോ. കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കി. എനിക്കും അതേ വാല്യൂ കിട്ടി. യെസ്. അതെ. എടാ നിങ്ങള് പിന്നെ ഇതായിരിക്കും എടുത്തിട്ടുണ്ടാവുക, ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. ഇത് സിഗ്മ ടി ടെൻസൈൽ സ്ട്രെസ് ആണ് എടുക്കേണ്ടത്. പക്ഷെ ആക്ച്വലി ഇവിടെ നോക്കിയാല് സിഗ്മ ടി എന്ന് പറയുന്നത് പ്ലേറ്റിന്റെ ഷിയർ സ്ട്രെസ് ആണ് അല്ലെ? പ്ലേറ്റിന്റെ സ്ട്രെസ് ആണ്, പ്ലേറ്റിൽ വരുന്നത് അല്ലെ? ലോബിൾ ടെൻസൈൽ സ്ട്രെസ് ആക്ടിങ് ഓൺ ദ പ്ലേറ്റ് ആണ്, റൈറ്റ്? വെൽഡ് അല്ല. നമ്മൾ ഇവിടെ എടുക്കേണ്ടത് ആക്ച്വലി വെൽഡിന്റെ സ്ട്രെസ് ആണ്. അവിടെ വെൽഡിന്റെ ടെൻസൈൽ സ്ട്രെസ് തന്നിട്ടില്ല, പക്ഷെ വെൽഡിന്റെ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്. സോ യു ഹാവ് ടേക്ക് ദിസ് വാല്യൂ. ആക്ച്വലി സിൻസ് ദ ഗിവൺ വാല്യൂ ഗിവൺ വെൽഡിന്റെ ടെൻസൈൽ സ്ട്രെസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എടുക്കണം. സിൻസ് ഇറ്റ് ഇസ് നോട്ട് ഗിവൺ, യു ഹാവ് ടു ടേക്ക് ദ ഷിയർ സ്ട്രെസ് വാല്യൂ ഓവർ ഹിയർ. ഓക്കെ, അപ്പോ സിഗ്മ ടി എടുത്തിട്ട് ചെയ്യരുത്. 70 ന്യൂട്ടൺ പെർ സ്ക്വയർ അല്ല, ഞാൻ ഇവിടെ എഴുതിയല്ലേ, 70 അല്ല, ഇവിടെ 55 എന്ന് എടുക്കണം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഫോർ ലെങ്ത്. കാരണം വേറൊന്നും കൊണ്ടല്ല, മറ്റേ കേസിൽ തന്നത് സ്ട്രെസ് ഫോർ ദ പ്ലേറ്റ് ആണ്, നമുക്ക് വെൽഡിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ആണ് വേണ്ടത്. സെയിം മെറ്റീരിയൽ സെയിം വാല്യൂ ആണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയൊന്നും പ്രത്യേകിച്ച് കണ്ടീഷൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വെൽഡിന്റെ ഷിയർ സ്ട്രെസ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. ഓക്കെ, സിൻസ് സിഗ്മ ടിയോ 55 എടുക്കണ്ടേ? യെസ്, അതെ.
36. Yes, 36. Solving. L is equal to 36 mm. അല്ലേ? കഴിഞ്ഞില്ല അല്ലെ? നമുക്കിവിടെ ലെങ്ത് നമ്മൾ ആസ് പെർ ദ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. Your L is equal to one side parallel ഇതാണ് 36 mm. Okay. So for the total length of the weld, okay, അങ്ങനെയാണ് ചോദിക്കുന്നെങ്കിൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദ വെൽഡ് എന്ന് പറയണമെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ടോട്ടൽ ലെങ്ത് ഓഫ് വെൽഡ് ആണെങ്കിൽ is equal to എത്രയായിരിക്കും? 90 plus 2 into 36 അല്ലെ? ഇത് ഒരു സൈഡിലെ ലെങ്ത് മാത്രമാണ് 36 കിട്ടിയത്. 2 into 36 എടുത്താൽ രണ്ട് പാരലൽ ഫില്ലറിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ലെങ്ത് വരും പ്ലസ് 90 will give you the total length of the well. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 162 mm എന്ന് കിട്ടും. Is the total length of the well. Okay, clear അല്ലേ? Yes. അപ്പോ ഇതുപോലെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ ആക്സിയൽ ലോഡിംഗ് കണ്ടീഷന്റെ ഒരു പ്രോബ്ലം ആണ് അല്ലെ? ഇതിൽ ആക്സിയൽ ലോഡിംഗ് കണ്ടീഷന്റെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഇത്. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇൻ കേസ് ലോഡ് ഈസ് നോട്ട് ഗിവൺ, ചെക്ക് വാട്ട് ഈസ് എക്സാക്ട്ലി ആസ്ക്ഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ടെൻസൈൽ സ്ട്രെസ് ഫോർ ദ മെറ്റീരിയൽ ആണോ തന്നിട്ടില്ല, അല്ല ടെൻസൈൽ സ്ട്രെസ് ഫോർ ദ വെൽഡ് ആണോ തന്നിട്ടില്ല നോക്കുക. ബേസ്ഡ് ഓൺ ദാറ്റ് കണ്ടീഷൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലോഡ്. ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഗിവൺ. നോർമൽ കേസിൽ തന്നിട്ടുണ്ടാവും. നോ പിന്നെന്ത് ചെയ്യാന്ന് വെച്ചാല്, സി ദ വിഡ്ത്ത് ഓഫ് ദിസ് വൺ ഇസ് ആക്ച്വലി ദ ലെങ്ത് ഓഫ് ദിസ് വൺ അല്ലെ? വിഡ്ത്ത് ഓഫ് ദ പ്ലേറ്റ് തന്നെയാണ് ലെങ്ത് ഓഫ് ദ ട്രാൻസ്വേഴ്സ് വെൽഡ്. ഓക്കെ, നോ അതുകൂടാതെ പിന്നെ മറക്കാണ്ടിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സൈസ് ഓഫ് ദ വെൽഡ് തന്നെയാണ് തിക്നെസ് ഓഫ് ദ പ്ലേറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മറക്കരുത്. ഇത്രയും കാര്യങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഒരുവിധ ഈ മോഡലിലെ ഏത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ഇതിന്റെ എക്സ്ട്രാ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് ബുക്ക് ആയാലും എടുത്തിട്ട് റെഫർ ചെയ്ത് നോക്കിയാൽ മതി. ഇതിന്റെ ബേസിക് കണ്ടീഷൻസ് ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, വിത്ത് ദിസ് നമുക്ക് അടുത്ത കേസിലേക്ക് പോവാം. There are some special cases. Okay, special cases in welded joint. So we'll see that one by one. Okay, and the first one is circular fillet weld subjected to torsion. Okay, circular fillet weld subjected to torsion. അതാണ് ഫസ്റ്റ് കേസ്. അതാണ്ട് ഇതുപോലെ ഉണ്ടാവും. സർക്കുലർ ഫില്ലറ്റ് വെൽഡ് ഓക്കെ, എൻഡില് വെൽഡ് ചെയ്ത കണ്ടീഷനാണ്. ഓക്കെ, portion is the weld. Okay, now this weld is subjected to torsion T. Okay, for this kind of a condition, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കണ്ടീഷൻ വരുമ്പോൾ സർക്കുലർ ഫില്ലറ്റ് വെൽഡ് സബ്ജക്റ്റഡ് ടു ടോർഷൻ. സി റെഡിമെയ്ഡ് ഇക്വേഷൻസ് ആണല്ലോ, നമുക്ക് ഇത് ഡിറൈവ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഹിയർ യുവർ ടോ മാക്സിമം ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു 2.83 T divided by pi into S into D square. Okay, where T is the torque, S is the size of the weld, and D is the diameter of shaft, See, equation നമുക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടില്ല. Go to your data book, take your data book, go to welded joint page. ഇതിൽ welded joint page എടുക്കുക എല്ലാവരും. Data book, welded joint page എത്രയാണ്? 7. ചെക്ക് ചെയ്തേ. 11.1 റൈറ്റ്. ഓക്കെ, വെൽഡ് ജോയിന്റ് പേജ് വന്നു. എല്ലാവരും എടുക്കാം. റെഫർ വെൽഡഡ് ജോയിന്റ്. കിട്ടിയില്ലേ? അതില് ഒരു പേജ് നമ്പർ 11.3. പേജ് നമ്പർ 11.3. 11.3 കിട്ടിയോ? എല്ലാവരും എടുത്തില്ലേ? ഇവിടെ ഒരു ടേബിൾ കാണാം അല്ലെ? 11 പേജ് നമ്പർ 11.3.
അതൊരു ടേബിൾ കാണാം. അതില് 4th row 3rd column 4th row 3rd column 4th row 3rd column ഇവിടെ കാണാം. ഇതേ സെയിം കണ്ടീഷൻ. And the shear stress tau is equal to 2.83 mt divided by h into d square pi എന്നാണ് ആഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, h എന്ന് ഉദ്ദേശിക്കുന്നത് സൈസ് ഓഫ് ദ വെൽഡ് ആണ്. ഓക്കെ, അതാണ് നൊട്ടേഷനിൽ വരുന്ന വേരിയേഷൻ ആണത്. ഓക്കെ, h is the size of the weld. Capital D ആണ് കൊടുത്തില്ല. Capital D is the diameter of the shaft. And mt, m subscript t ആണ് ടോർക്കിനുള്ള റെപ്രസെന്റേഷൻ ആണത്. That's it. അല്ലെ, your shear stress tau is equal to 2.83 mt divided by h into d square into pi. കണ്ടോ? കിട്ടിയോ? കിട്ടില്ലേ എല്ലാരും? യെസ്, ഓക്കെ. ഓക്കെ, ഇനി ഇതാണ് ഒരു കണ്ടീഷൻ. അടുത്തൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്. സെയിം കേസിൽ സെക്കൻഡ് കണ്ടീഷൻ, സെക്കൻഡ് സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് circular fillet weld subjected to bending moment. Okay, bending moment. തൊട്ടടുത്ത കേസ് ഡാറ്റാ ബുക്കിൽ തന്നെ എടുത്താൽ തൊട്ടടുത്ത കേസാണത്. You can see an equation sigma is equal to 5.66 mb divided by h d square pi. Okay, so as per നമ്മുടെ ഇതിൽ വരികയാണെങ്കിൽ 5.66 into h ന് പകരം s ആയിരിക്കും, s into d square into pi. Okay, so as per ഡാറ്റാ ബുക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. നൊട്ടേഷനിൽ വരുന്ന ചെറിയ വേരിയേഷൻ ഉള്ളൂ. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളത് ഇപ്പൊ ആ ഡയഗ്രത്തിൽ തന്നെ എല്ലാം കാണിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ ഡി എന്താണെന്ന് ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ എച്ച് എന്താണെന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫില്ലറ്റ് വെൽഡ് ഇൻ ബ്രാക്കറ്റ് എച്ച് എന്ന് പറയുന്നത് മീൻസ് വെൽഡ് സൈസ് ആണ് യുവർ എച്ച്. റൈറ്റ്. ഓക്കെ, അപ്പോ ഇതാണ് രണ്ട് സ്പെഷ്യൽ കേസസ്. ഇത് കൂടാതെ ഒരു കേസ് കൂടി ഉണ്ട്, തേർഡ് സ്പെഷ്യൽ കേസ്. The third one is long fillet weld subjected to torsion. Long fillet weld subjected to torsion. Okay, so that is ഇതുപോലെ ഉണ്ടാവും കണ്ടീഷൻ. Okay, if it is welded something like this, welded condition, and if it is subjected to torsion. Okay, long fillet weld, when it is subjected to torsion, your tau max is equal to 4.242 t divided by SL square. Okay, 4.242 t divided by SL square. Okay, അതിന്റെ ബെൻഡിങ് മൂവ്മെന്റ് കേസ് ഉണ്ട്, പക്ഷെ പിന്നെ ടോർഷന്റെ കേസ് ഇവിടെ തന്നിട്ടില്ല. ഓക്കെ, അത് ബെൻഡിങ് മൂവ്മെന്റ് കേസ് കാണണമെങ്കിൽ ടോർഷന്റെ കേസ് അതിലുണ്ട്, പക്ഷെ ദാറ്റ് ഇസ് ഡിഫറെന്റ്. ഓക്കെ, അത് ടോർഷൻ ഈ സെയിം കേസ് അല്ല അത്. നമുക്ക് ഇക്വേഷൻ ഓർത്തിരിക്കണമെങ്കിൽ നല്ല പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഫിഫ്ത്ത് റോ 4th കോളത്തിലെ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ 4.24 mb divided by HL square എന്ന് കാണാം. സോ ഇക്വേഷൻ സെയിം. ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്താൽ നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് mb വാട്ട് യു ആർ അപ്ലൈയിങ് ഈസ് ടോർക്ക് ടി. ഓക്കെ, അത് ബേസ് ചെയ്ത് ആ ഒരു ലോജിക് യൂസ് ചെയ്ത് നമുക്ക് ഓർത്തിരിക്കാം. സോ ഇതുപോലെ ഇവിടെ നമ്പർ ഓഫ് ഡിഫറെന്റ് കേസസ് ഇവിടെ കാണാം. അപ്പോൾ ഡിഫറെന്റ് കേസസ് വന്നു കഴിഞ്ഞാൽ ഇത് ബേസ് ചെയ്ത് ചെയ്യാം. പക്ഷെ ആസ് പെർ യുവർ സിലബസ് നിങ്ങൾക്ക് 3 സ്പെഷ്യൽ കേസസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 സ്പെഷ്യൽ കേസ് ബേസ് ചെയ്തിട്ട് മാത്രം ചെയ്താൽ മതി. ഡയറക്റ്റ് ആണ് ഇക്വേഷൻ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം നമ്മൾ പിന്നെ ആസ് ഫാർ ആസ് യുവർ അതർ എക്സാംസ് ആർ കൺസേൺ, അല്ലെങ്കിൽ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ
കോമ്പറ്റേറ്റീവ് എക്സാംസ് ഗേറ്റ് പോലുള്ള എക്സാംസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ അതില് ചിലപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള കേസസ് ഉണ്ടാവാറുണ്ട് ചിലപ്പോ. ഓക്കെ, മറ്റ് ചില എക്സാംസിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ലൈക്ക് പിന്നെ ചിലപ്പോൾ PSC എക്സാംസിനൊക്കെ ഞാൻ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതിൽ ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ടോമാക്സ് ഇസ് ഈക്വൽ ടു ഇതുപോലെ ഫോർ എ സർക്കുലർ ഫില്ലറ്റ് വെൽഡ് സബ്ജക്റ്റഡ് ടു ടോർഷൻ. ടോമാക്സിന്റെ ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ടാവും. ടോമാക്സ് ഇസ് ഈക്വൽ ടു 2.83 T ഡിവൈഡഡ് ബൈ സംതിങ് equal to 4.242 T divided by SL square. So ഇതുപോലെ number of equations ഉണ്ടാവും. You have to select the correct one. Okay, 5.66 MB ചിലപ്പോൾ T തന്നിട്ടുണ്ടാവും. So this is important. ഇത് ഓർത്തിരിക്കുകയാണെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചിലപ്പോൾ ഉപകാരപ്പെടും. ഓക്കെ, അല്ലാത്ത പക്ഷം യു ക്യാൻ ഫോർ ദ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഡയറക്റ്റ്ലി ഡാറ്റാ ബുക്കിൽ നിന്ന് എടുക്കാം. യു ക്യാൻ സോൾവ് ദ പ്രോബ്ലം. ഓക്കെ, ഇത് ബേസ് ചെയ്ത് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എന്നിട്ട് ഒന്ന് നോക്കിയാക്കിയിട്ട് നമുക്ക് അടുത്തേക്ക് പോകാം. ഓക്കെ, ക്ലിയർ? ലാസ്റ്റത്തെ ടോമാക്സ് ഇസ് ടു SL square. Okay, SL square. S is the size of the world and L is the length of the world. EO എഴുതാനൊരേതുമില്ല. ഓക്കെ, ഓക്കെ, അല്ലേ? നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ പ്രോബ്ലം ചെയ്യാം. A 50 mm diameter solid shaft is welded to a flat plate by 10 mm fillet weld. By 10 mm fillet weld as shown in the figure. Find the maximum torque that the welded joint can sustain if the maximum shear stress intensity in the weld material is not to exceed is not to exceed 80 megapascal. 80 megapascal. mm diameter solid shaft is welded to a flat plate by 10 mm fillet weld as shown in figure. തരാം. Okay, ഇതാണ് ഫിഗർ. ഇത് വെൽഡിംഗ്. ഓക്കെ, let this be the size of the weld. Okay, that's it. ചെയ്ത് നോക്കൂ. ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ, പെട്ടെന്ന് തീർക്കാവുന്നതാണ്.
ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് നോക്കുക. ഡയറക്റ്റ് പ്രോബ്ലം ആണ്. എന്നിട്ട് 2220.2 Newton meter. യെസ് ഓക്കെ 2.22 kilonewton meter വരും അല്ലേ? യെസ് ഓക്കെ കറക്റ്റാ. ഓക്കെ പെട്ടെന്ന് സ്റ്റെപ്പ് പറയാം, കിട്ടാത്തവർക്ക് ജസ്റ്റ് നോട്ട് ചെയ്യാം. ഇതിന്റെ കേസിൽ കാണാൻ പറഞ്ഞത് ടോർക്ക് ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ കേസിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് കണ്ടീഷൻ വിച്ച് ഇസ് സബ്ജക്റ്റഡ് ടു ടോർക്ക് ടി ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇസ് ദിസ് വൺ. ടോ മാക്സ് ഇസ് ഈക്വൽ ടു 2.83 ടി ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു എസ് ഇൻറ്റു ഡി സ്ക്വയർ റൈറ്റ്. ഓക്കെ നമുക്ക് നോക്കാം. നമ്മളോട് കാണാൻ പറഞ്ഞ ടോർക്കാണ് കാണാൻ പറഞ്ഞത് റൈറ്റ്. സൈസ് ഓഫ് ദ വെൽഡ് യെസ് തന്നിട്ടുണ്ട്. സൈസ് ഓഫ് ദ വെൽഡ് ഈസ് 10 mm അല്ലെ. 10 mm തന്നിട്ടുണ്ട്. ഡയമീറ്റർ അതും തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 50 mm. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. ടോമാക്സ് വാല്യൂ മാക്സിമം ഷിയർ സ്ട്രെസ് ഇസ് 80. ഓക്കെ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് 2.83 into torque T divided by pi into S value is 10 into diameter 50 square. Okay, substitute all the values, we'll get the torque. Okay, that is 2.22 Newton kilonewton meter. Right. ഓക്കെ അപ്പൊ ഇതുപോലെ തന്നെയാണ് മറ്റേ ഇതിന്റെ എല്ലാം കേസ് വരിക. ലോങ് ഫില്ലറ്റിന്റെ കേസ് ഒക്കെ ഡയറക്റ്റ് അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട പ്രോബ്ലം ആണ്. അപ്പൊ അതിലേക്ക് നമ്മൾ വെറുതെ ചെയ്തിട്ട് സമയം കളയുന്നില്ല. നമുക്ക് അടുത്ത കേസിലേക്ക് പോവാം. ഇതുവരെ നമ്മൾ ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ് അതുപോലെ പാരലൽ ഫില്ലറ്റ് വെൽഡിന്റെ എല്ലാം കേസ് നോക്കി. നമുക്ക് സ്ട്രെങ്ത് ഓഫ് ബഡ് ജോയിന്റ് എങ്ങനെ വരും നോക്കാം. ഓക്കെ സെയിം കാര്യം തന്നെയാണ്, ജസ്റ്റ് സിമ്പിൾ ലോജിക് മാത്രമേ ഉള്ളൂ. സോ സ്ട്രെങ്ത് ഓഫ് ബഡ് ജോയിന്റ് ഇസ് ദ നെക്സ്റ്റ് ടോപ്പിക്. സ്ട്രെങ്ത് ഓഫ് ബഡ് ജോയിന്റ്. ഓക്കെ ഒരു സിമ്പിൾ ബഡ് ജോയിന്റ് വരക്കാം. ഓക്കെ ഇത് രണ്ട് പ്ലേറ്റ് ആണ്. ഒരു പ്ലേറ്റ് സെക്കൻഡ് പ്ലേറ്റ് ആൻഡ് ദാറ്റ് ഇസ് ജോയിന്റ്. ഓക്കെ അറ്റ് ദ സെന്റർ. ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവുക. ഫസ്റ്റ് പ്ലേറ്റ്, സെക്കൻഡ് പ്ലേറ്റ് ആൻഡ് ബോത്ത് ആർ ജോയിന്റ് അറ്റ് ദ സെന്റർ റൈറ്റ്. ഓക്കെ അപ്പൊ ഇതുപോലെ ഫില്ലറ്റ് ഉണ്ടാവും. Okay, right. Now, this is a single V joint, right?
single V butt joint. Okay. Now similarly, now with thickness is equal to T. Okay. In between thickness, let the thickness be T. Okay. Now similarly, നമുക്ക് ഡബിൾ നമുക്ക് മെയിൻലി വരുന്ന വേരിയേഷൻ നല്ലൊരു സിംഗിൾ തിക്നെസ് വരുന്ന കേസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡബിൾ വി ബഡ് ജോയിന്റ് അല്ലെങ്കിൽ ഡബിൾ യു ബഡ് ജോയിന്റ് ഒക്കെയാണ് നമ്മുടെ കേസിലുണ്ടാവും. ഓക്കെ. അപ്പൊ അതിന്റെ എല്ലാത്തിനും ഇൻ ജനറൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ഫോർമേഷൻസ് എങ്ങനെയാണെന്നാണ് നോക്കാം. ഓക്കെ. അഗൈൻ നമ്മുടെ സെക്കൻഡ് കേസ് വരുന്നത് ഡബിൾ വി ജോയിന്റ്. ഓക്കെ. സോ ഡബിൾ വി ജോയിന്റ് കേസിൽ യുവർ സൈഡ് വ്യൂ വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഇതിന്റെ തിക്നെസ് കൂടുതലായിരിക്കും. സൈഡ് വ്യൂ ജിഷ്ണു മോനെ ഒന്ന് വോയിസ്. ഓക്കെ. സോ ഇത് ഡബിൾ വി butt joint. Okay, so here case we'll define thickness like this. Your first part the thickness is T1, second part the thickness is T2. Okay. So this is thickness we define here. Okay. Now, so first case നമുക്ക് നോക്കാം the resistance offered by the weld. Okay, resistance offered by the welded joint P is equal to resistance offered by the welded joint C. When the load is applied, load P is applied, the resistance offered P is equal to, നമുക്ക് എങ്ങനെ പറയാം, it is equal to, കഴിഞ്ഞ കേസ് സെയിം കേസ് തന്നെയാണ്. ഇതിന്റെ കേസിൽ the actual thickness ഇവിടെ പറഞ്ഞിരിക്കുന്നത് welded joint കേസിൽ ഇതാണ് ഇതിന്റെ thickness പറഞ്ഞത് അല്ലെ. ഇതാണ് thickness into total length. Okay, if L is the length of the weld, if L is the length of the weld, രണ്ട് കേസിലും if L is the length of the weld and T is the thickness. Okay, L is the length of the weld. ഈ ഒരു കേസിലെ കറക്റ്റ് തിക്നെസ് ഇത് പിന്നെ റെസ്പെക്റ്റീവ് ഓഫ് നമ്മളെ പിന്നെ എന്താ പറയാ ലാബ് ജോയിന്റ് കേസ് പോലെയല്ല വരിക. ഇത് കറക്റ്റ് വെർട്ടിക്കൽ ആയിട്ടാണ് ഇതിന്റെ തിക്നെസ് വരിക. റൈറ്റ്. സോ ഇൻ ദാറ്റ് കേസ് യുവർ റെസിസ്റ്റൻസ് ഓഫേർഡ് ഇസ് ഈക്വൽ ടു എന്താ വരിക, ഏരിയ ഇൻറ്റു എന്ത് പറയും ഇറ്റ്സ് ടെൻസൈൽ സ്ട്രെസ് അല്ലെ, or the into the permissible stress. Okay, so this is equal to area എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, T into thickness into length into permissible tensile stress. Therefore your equation for the strength of the butt joint is given by P is equal to T into L into sigma T for a single V like single U butt joint case. You will get the equation something like this, where T is the thickness of the plate. Right. Now similarly for the double V butt joint, your resistance offered P is nothing but is equal to എന്തായിരിക്കും, ആകെ ഒരു വേരിയേഷൻ വരുള്ളൂ, thickness എന്ന് പറയുന്നത് T1 plus T2 ആയിരിക്കും. Okay, so ഇത്ര മാത്രമേ ഉള്ളൂ. So this is equal to T1 plus T2 into L into sigma T is the resistance offered by the double V butt joint or double U butt joint. Okay, double U in the case you will get the same equation, W butt joint. Okay, so this is the final equation. One is for the butt joint, one is for the single V butt joint and the second one is for the double V butt joint. Okay, aage variation varunathu thickness case il maathram. Right, clear line. Right, confusion undo, clear ആണോ? ചെറിയൊരു ചെരിവില്ലേ ഏത് ഇക്വേഷൻ ഇപ്പൊ കറക്റ്റ് റെക്ടാങ്കുലറിലാണ് വെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഈ കോണ് വരുമ്പോ യു വരുമ്പോ കുറച്ച് ഏരിയന്റെ എല്ലാം മാറ്റം ഉണ്ടാവില്ലേ? അല്ല, നമ്മള് പിന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളിതിനെ ഒരു റൈറ്റ് ആംഗിളിൽ ട്രയാംഗിൾ ആക്കിയിട്ട് അസ്യൂം ചെയ്തിട്ട് മാത്രമേ ഇത് ചെയ്യുള്ളൂ. ഇതിന്റെ അപ്പർ ഈ ഒരു ഹയർ മെനിസ്കസ് വരുന്ന കണ്ടീഷൻ എടുക്കില്ല. എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് പിന്നെ ഇപ്പൊ ഏത് പ്രോബ്ലം എടുത്തു കഴിഞ്ഞാലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് 2-3 തരത്തിൽ നമുക്കൊരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യും. ഒന്ന്, ആ പ്രോബ്ലത്തിന്റെ കംപ്ലീറ്റ് കോംപ്ലക്സിറ്റിനെ ഉൾക്കൊണ്ടിട്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കാം. പക്ഷെ അതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഫുൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആ പ്രോബ്ലത്തിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട ടൈമും അതിന്റെ എഫേർട്ടും വളരെ കൂടുതലായിരിക്കും.
അല്ലെ? അപ്പൊ എന്താ പറയാ, പിന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഈ ഒരു കർവിന്റെ ഏരിയ കണ്ടെത്തണം എന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു റാൻഡം കർവ് വരച്ചു, എനിക്ക് ഇതിന്റെ അകത്തെ ഏരിയ കണ്ടെത്തണം. ഓക്കെ, ഈ കർവിനെ അതുപോലെ തന്നെ എടുത്തിട്ട് ഞാൻ ഇതിന്റെ മുകളിൽ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കിയാൽ, കാരണം ഈ പ്രൊഫൈൽ എന്താണെന്ന് എനിക്കറിയില്ല അല്ലെ? നേരെ മറിച്ച് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. എന്താ, ഇതിന്റെ ലെങ്ത്, ഇത് റെക്ടാംഗിൾ ആണ്, ലെങ്ത് ഇൻറ്റു ഈ വിഡ്ത്ത് എടുത്താൽ എനിക്ക് ഇതിന്റെ ഏരിയ കിട്ടും. പക്ഷെ ഈ ഒരു പ്രൊഫൈൽ എന്താണെന്ന് അറിയാത്തടത്തോളം കാലം എനിക്കിത് സോൾവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ? എനിക്കൊരു എക്സാക്ട് ആൻസർ കിട്ടില്ല. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇതിന്റെ പ്രൊഫൈൽ കണ്ടെത്തണം, ഞാൻ ഇതിന്റെ മുകളിൽ ഒരുപാട് എഫേർട്ട് എടുക്കണം, എനിക്ക് ടൈം കൺസ്യൂം ചെയ്യണം, ആൻഡ് ഐ വിൽ ഗെറ്റ് എൻ ആൻസർ, എക്സാക്ട് ആൻസർ കിട്ടും അല്ലെ? കറക്റ്റ് ആയിട്ട് ചെയ്താൽ എക്സാക്ട് ആൻസർ കിട്ടും. പക്ഷെ അതിനു വേണ്ടി എടുക്കുന്ന ടൈം വളരെ കൂടുതലായിരിക്കും. നേരെ മറിച്ച് എനിക്ക് ഇത് സോൾവ് ചെയ്യാൻ വേറൊരു കാര്യം ചെയ്താൽ മതി. എന്ത് മതി എന്ന് വെച്ചാൽ, എനിക്ക് ഇതിന്റെ ചെറിയ ഫൈനൈറ്റ് ബ്ലോക്സ് ആയിട്ട് എനിക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്താൽ മതി. കുറേ ചെറിയ റെക്ടാംഗിൾ ബ്ലോക്സ് ആണെന്ന് ഞാൻ അങ്ങ് അസ്യൂം ചെയ്യുകയാണെങ്കിൽ, ഇതിന്റെ ഓരോന്നിന്റെ ഏരിയ ഞാൻ അതിനെ ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് ദ ഏരിയ. പക്ഷെ അത് ആക്ച്വൽ ഏരിയ ആയിരിക്കില്ല, അത് അപ്രോക്സിമേറ്റ് ആയിരിക്കും. അപ്രോക്സിമേറ്റ് ആയിട്ട് അതിന്റെ ഒരു ഏരിയ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിന്റെ ടൈം കൺസ്യൂം, ഞാൻ അതിനു വേണ്ടി എടുക്കുന്ന ടൈം വളരെ കുറവായിരിക്കും അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ. അതുപോലെ പിന്നെ എനിക്ക് കിട്ടുന്ന ആൻസർ പക്ഷെ അത്ര അക്യുറേറ്റ് ആയിരിക്കില്ല. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഒരുവിധ ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് അത്ര അക്യുറേറ്റ് ആൻസർ വേണ്ടി വരില്ല. ഓക്കെ, നമുക്ക് പിന്നെ ഒരു മോർ ഓർ ലെസ് ഒരു അപ്രോക്സിമേറ്റ് ആൻസർ കിട്ടിയാൽ തന്നെ യു ക്യാൻ പ്രൊസീഡ് വിത്ത് ഇറ്റ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ രീതിയിലാണ് പ്രൊസീഡ് ചെയ്യുക. അപ്പൊ ഈ ഒരു കേസിൽ ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഇതിന്റെ അപ്പർ മെനിസ്കസ് എല്ലാം എടുത്തിട്ട്, അപ്പൊ സ്ട്രെങ്ത്തിൽ ചെറിയ വേരിയേഷൻ വരുമെന്ന് വെച്ചാൽ വരും. ഓക്കെ, ചെറിയൊരു വേരിയേഷൻ ചിലപ്പോൾ വന്നിരിക്കും, കാരണം മെറ്റീരിയൽ കൂടുന്നുണ്ട് എന്റെ മുകളിൽ. പക്ഷെ നമ്മൾ പ്രോബ്ലം സോൾവിങ് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ നമ്മൾ അതിനെ ആ പ്രോബ്ലത്തിനെ സിംപ്ലിഫൈ ആയിട്ട് നമ്മൾ അതിനെ ഒരു സിംപ്ലിഫൈഡ് പ്രോബ്ലമിന്റെ വേർഷനിലേക്ക് നമ്മൾ കൊണ്ടുവരാണ്. ഓക്കെ, അത് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് എടുക്കുമ്പോഴാണ് നമുക്കിത് ഒരു സിമ്പിൾ ഫോർമുലയിൽ നമുക്ക് ഇതിനെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്താലും കിട്ടും, ചിലപ്പോൾ ഒരു പോയിന്റ് സംതിങ്ങിന്റെ വേരിയേഷൻ വരുന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പോൾ ഈ പല കൺസ്ട്രെയിൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സാധനമാണ് നിങ്ങളെ ശരിക്കും ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? സോറി, ചോദിച്ച കാര്യം മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മള് അതിനെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിൽ വേറെ വേരിയേഷനോ കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. നമ്മൾ എടുക്കുന്നത് ഡയറക്റ്റ് ഹൈറ്റ് ആണ്. ഡയറക്റ്റ് ഹൈറ്റ് ടി എടുക്കും. ഇതിന്റെ അപ്പർ മെനിസ്കസിൽ എങ്ങനെ വന്നാലും അപ്പൊ ഓരോ കേസിലും ടി മാറില്ല വെച്ചാൽ മാറും, ശരിയാണ്. പക്ഷെ വി ആർ അസ്യൂമിങ് ദാറ്റ് ഇറ്റ്സ് എ റെക്ടാംഗിൾ. നമ്മൾ കഴിഞ്ഞതിൽ പിന്നെ ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അതാ പറയുന്നത്, അസ്യൂം ഇറ്റ് ആസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആൻഡ് ദെൻ വിൽ പ്രൊസീഡ്. ആ രീതിയിലാവുന്നു. റൈറ്റ്, ഓക്കെ. അപ്പൊ ഇതാണ് ബഡ്ജോന്റെ കേസ്. അപ്പൊ ഇതിന്റെ ഒരു എക്സ്ട്രാ പ്രോബ്ലം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം ഡയറക്റ്റ് ആണ് ഇതിന്റെ പ്രോബ്ലം വരിക. ചിലപ്പോൾ തിക്നെസ് തന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ലെങ്ത് തന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഇതിന്റെ കേസിലാണെങ്കിൽ ഇങ്ങനെ തിക്നെസ് തന്നിട്ടുണ്ടാവും, യു ഹാവ് ടു ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ഓൾ. ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സ്ട്രാ പ്രോബ്ലംസ് നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് ഇതൊന്നല്ല മെയിൻ ആയിട്ട് വരുന്ന ഏരിയ. ഇതിൽ എസെൻട്രിക് ലോഡിംഗ് വരുന്ന കേസാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗും ചാലഞ്ചിങ് ആയിട്ടുള്ള ഏരിയ. അപ്പൊ അതിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് എത്താം. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ, നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോവാം. അടുത്തത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ ഇതുവരെയുള്ള നമ്മൾ വെൽഡഡ് ജോയിന്റ് കേസൊക്കെ നമ്മൾ നോക്കിയത് വളരെ ബേസിക് ആയിട്ടുള്ള വെൽഡഡ് ജോയിന്റിന്റെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ മാത്രമാണ്. ബേസിക് സിമ്പിൾ പ്രോബ്ലംസ് ആയിരുന്നു. ആക്സൽ ലോഡിംഗ് കണ്ടീഷനൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയ മാത്രമായിരുന്നു. നമുക്ക് അടുത്ത കുറച്ചൊന്ന് കോംപ്ലക്സിറ്റി കൂട്ടാം, ബട്ട് സ്റ്റിൽ എളുപ്പമാണ്. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ടോപ്പിക് വിച്ച് ഇസ് വെൽഡഡ് ജോയിന്റ്. Welded joint is subjected to axial loads. Okay, axial loads, same axial load condition തന്നെയാണ്. പക്ഷെ മാറ്റം എന്ന് പറഞ്ഞാൽ for unsymmetric sections. Okay, sorry, for unsymmetric sections. For unsymmetric sections. Okay, അല്ലെ? അപ്പൊ നമ്മൾ ഇതുവരെയുള്ള കേസൊക്കെ നോക്കിയത് ഇതുപോലത്തെ സെക്ഷൻസ് ആയിരുന്നു അല്ലെ? ഒരു ഫസ്റ്റ് മെറ്റലിന്റെ മുകളിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഷീറ്റിന്റെ മുകളിൽ അടുത്തൊരു സിമെട്രിക് ആയിട്ടുള്ള സെക്ഷനാണ്. നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് സെന്ററോട് പാസ് ചെയ്യുന്നതിന്റെ സെന്ററിലൂടെയാണ് നമ്മൾ റെക്ടാംഗിൾ സെക്ഷൻസ് അല്ലെങ്കിൽ റെക്ടാംഗിൾ പ്ലേറ്റിന്റെ വെൽഡിംഗ് മാത്രമാണ് ഇത്രയും കേസുകൾ നോക്കി. റൈറ്റ്, നൗ ഇനി നമ്മൾ പോകുന്നത് we'll see what happens when you are going to weld
an unsymmetric section, for example, L section, അല്ലെങ്കിൽ എന്താ പറയാ ഡിഫറെന്റ് ആംഗിൾ സെക്ഷൻസ് ഉണ്ടാവും അല്ലെ. അപ്പോൾ അല്ലെ വൺ ഓഫ് ദ ക്ലാസിക് എക്സാമ്പിൾ ഇസ് എൽ സെക്ഷൻ. ഓക്കെ, എൽ സെക്ഷന്റെ കേസിൽ നമുക്ക് എങ്ങനെ അവിടെ വെൽഡിങ് ചെയ്യാം എന്നുള്ളത്, കംപ്ലീറ്റ് ആയിട്ട് ത്രൂ ഔട്ട് വെൽഡ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ ഇവിടെ നോക്കാം. Okay, so therefore let us consider a simple L section. Right? Okay. So consider an L section. Okay, an unsymmetric L section. Right. So ഇതാണ് ഇതുപോലെ ഉണ്ടാവും. ഒന്ന് പ്ലോട്ട് ചെയ്യാം. ഇത് കൂടെ തന്നെ വരച്ചോ. എന്റെ ഫ്രണ്ട് വ്യൂ ആണ് എൽ സെക്ഷൻ മുകളിൽ വെൽഡ് ചെയ്ത് വെച്ചതിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഇതുപോലെ ഉണ്ടാവുക. സൈഡ് വ്യൂ ഇറക്കുമ്പോൾ കാര്യം മനസ്സിലാവും. ഓക്കെ, സോ ഫ്രണ്ട് വ്യൂ, mark the center axis. Okay, we'll draw the side view. Okay, ഇതാണ് സെക്ഷൻ. Okay, right. So this is your L section, and then let a load P be applied for this section. Let a load P be acting on this section. P. Okay. Now, see, it is welded like this. Okay. Now the distance, let this be A, and let the distance from center to the base be B. Okay. Fine. Now let the length of this weld be LA. Let the length of this weld be LB. Okay, then note here. Note here. ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം.
കഴിഞ്ഞോ? ഓക്കെ. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഒന്ന്, എന്താ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കേസിൽ ഞാൻ ഇവിടെ വെൽഡിങ് വരച്ചത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത് കഴിഞ്ഞ കേസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ? എന്താ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്ത് തോന്നുന്നു? എങ്ങനെ ഒന്നുകൂടെ താഴെ വെൽഡിന്റെ ലെങ്ത് താഴെ എൽബിക്ക് ലെങ്ത് കൂടുതലാണ്. അതെ, മുകളില് ലെങ്ത് കുറവാണ് അല്ലെ? എന്തുകൊണ്ടായിരിക്കാം നമ്മൾ അങ്ങനെ ലെങ്ത് കൂട്ടി കൊടുക്കുന്നത്? എന്തോ ഏരിയ കൂടുമ്പോ സ്ട്രെസ് കൂടുന്നുണ്ട്. ഏരിയ കൂടുമ്പോ അതെ, പക്ഷെ അത് ഒന്നുകൂടെ കണക്ട് ചെയ്യണം. കൂടും, ശരിയാവും. സ്ട്രെസ് കോൺസെൻട്രേഷൻ കൂടുന്ന സ്ഥലമാണ്. ആരെങ്കിലും എല്ലാവരും ആലോചിക്കും എന്തുകൊണ്ടായിരിക്കാം? സാധാരണ നമ്മൾ സാധാരണ നമ്മൾ ഇതുപോലത്തെ ഒരു സാധനം വെൽഡ് ചെയ്യാനുള്ള ഒരവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ ഒരു എൽ സെക്ഷൻ ഒരു പീസിന്റെ മുകളിൽ വെൽഡ് ചെയ്യാൻ പോകുന്നു വിചാരിക്കാം. നമ്മൾ എന്ത് ചെയ്യും? എൽ സെക്ഷൻ അവിടെ അങ്ങനെ വെക്കും, രണ്ട് ഭാഗത്തും ഫുള്ളായിട്ട് അങ്ങ് വെൽഡ് ചെയ്തിട്ട് അങ്ങ് ഒഴിവാക്കും അല്ലെ? ആയിരിക്കുമല്ലേ? നമ്മൾ അങ്ങനെ ആയിരിക്കുമല്ലോ എന്തായാലും ചിന്തിക്കുക അല്ലെ? ശരിയല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചെയ്തത്. ഇവിടെ ഒരു രണ്ട് സ്ഥലത്തും ഡിഫറെന്റ് ലെങ്ത് ആണ് കൊടുത്തത്. അത് ബേസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയത്. എങ്ങനെയാ ജസ്റ്റ് ഒന്നോട് പറ. എൽ സെക്ഷൻ അല്ലേ? എൽ സെക്ഷൻ ആണ്. അതെ, അടിയിൽ എന്തായാലും കുറച്ച് ഇത് കൊടുക്കണ്ടേ? അധികം കൊടുക്കണ്ടേ? അതെ, അത് എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നത്. അത് കൊടുത്തിട്ടുണ്ട്, ശരി തന്നെ. എന്തായിരിക്കാം ആക്ച്വൽ ലോജിക്കൽ റീസൺ? ഇല്ല, ഓക്കെ, പറയാം, നമുക്ക് വരാം. അതാണ് ഈ ഒരു ടോപ്പിക്കിന്റെ ഒരു രസവും. വെയിറ്റ് അധികം വരുന്നുണ്ട്. അത് മാത്രമല്ല, ഓക്കെ, ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ നോക്കിയാല് see, now when a load P is applied over here, എന്ത് സംഭവിക്കും? നമുക്ക് we are applying weld, രണ്ട് സെക്ഷനിൽ നമ്മൾ വെൽഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ what happens is this produces a resistive force അല്ലെ? It produces a resistive force in the opposite direction അല്ലെ? This one will produce a resistive force in this direction and this one will produce a resistive force in this direction. Let the force be F1 and let the force be F2. Okay, ഇനി ഇപ്പൊ നമ്മൾ പഴയ കേസ് എടുക്കാം. ആക്ച്വൽ നമ്മളെ നോർമൽ സിമെട്രിക് കേസ് എടുക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് നമ്മൾ സിമെട്രിക് കേസ് വരിക. ഇതിന്റെ സെന്ററോട് ഇതിന്റെ സെന്ററിലൂടെയാണ് രണ്ട് വെൽഡഡ് ജോയിന്റ് ഇപ്പുറത്താണ് ഉണ്ടാവുക. ഇവിടെ സെന്ററിൽ ഒരു ലോഡ് വരും പി. ഓക്കെ, ഇപ്പൊ സെന്ററിൽ ഒരു ലോഡ് വരുന്ന സമയത്ത് ഈ ഒരു കേസിൽ ഈക്വൽ ലെങ്ത്തിൽ നമ്മൾ ഇവിടെ വെൽഡ് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ട് F1, ഇപ്പുറത്തെ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ട് F2. സി ദി ലോഡ് ഈക്വലി വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദീസ് ടു, റൈറ്റ്? അതായത് എന്ന് വെച്ചാൽ F1 is nothing but P/2 and F2 is nothing but P/2. ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു കേസിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഫോഴ്സ് രണ്ടിലും ഈക്വലി ഷെയർഡ് ആയി പോകും. സിമിലർലി ഈ ഫോഴ്സ് കൊണ്ട് വേറൊരു കാര്യം കൊണ്ട് ഇവിടെ സംഭവിക്കാം. എന്താ? ഒരു മൊമെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇഫ് ദർ ഇസ് എ വേരിയേഷൻ ഇൻ ദിസ് ഫോഴ്സ്, ഒരു മൊമെന്റ് ഉണ്ടെങ്കിൽ വെൽഡ് ബ്രേക്ക് ആവാനുള്ള ചാൻസസ് ഈസ് മോർ അല്ലെ? നമുക്കിത് പിടിച്ച് നമ്മൾ നേരെ വലിക്കുന്നതിന് പകരം ട്രാൻസ്വേഴ്സ് ആയിട്ട് പിടിച്ച് തൂങ്ങി നിൽക്കുകയാണെങ്കിൽ, അതേപോലെ താഴേക്ക് വലിക്കുകയാണെങ്കിൽ ഇത് ബ്രേക്ക് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് അല്ലെ? കാരണം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ആസ് പെർ ആക്സിയൽ ലോഡിംഗ് കണ്ടീഷൻ ആണ്. വെർട്ടിക്കൽ ലോഡ് കൊടുക്കുകയാണെങ്കിൽ ദ ചാൻസ് ഓഫ് ഫെയിലിയർ ഇസ് മോർ. എങ്ങനെയാണ് ഫെയിൽ ആവുക? ഡ്യൂ ടു മൊമെന്റ് അല്ലെ? അത് ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടും. പക്ഷെ ഇവിടെ കറക്റ്റ് സെൻട്രോയിഡിലൂടെ കൊടുക്കുന്നതുകൊണ്ടും ഫുൾ വെൽഡ് മെറ്റീരിയൽ കൊടുക്കുന്നതുകൊണ്ടും രണ്ട് സൈഡിൽ ഒരേ ലെങ്ത് തന്നെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഫോഴ്സസ് രണ്ടും സെയിം ആയിരിക്കും. അതുകൊണ്ട് ദർ ഇസ് നോ ചാൻസ് ഓഫ് മൊമെന്റ്, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് അത് സേഫ് ആയിരിക്കും. പക്ഷെ ഇവിടെ ഈ ഒരു കേസ് നോക്കുമ്പോൾ ഇവിടെ വരുന്ന അൺസിമെട്രിക് സെക്ഷൻ ആകുമ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ യുവർ സെന്റർ ഓഫ് ഗ്രാവിറ്റി is not actually at the geometric center അല്ലെ? എന്താണ്? ഇറ്റ് ഇസ് ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് ദ എൽ സെക്ഷന്റെ ബോട്ടത്തിന്റെ അടുത്തേക്ക് ദിസ് സെന്റർ ഓഫ് ഗ്രാവിറ്റി വിൽ ഷിഫ്റ്റ്
Okay. Now when a load P is applied, what happens is നമുക്ക് ടോപ്പ് ഇപ്പൊ ഫുൾ ലെങ്ത് ഞാൻ ഇവിടെ വെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിൽ ഒരു റിയാക്റ്റീവ് ഫോഴ്സ് വരും, താഴെ ഒരു റിയാക്റ്റീവ് ഫോഴ്സ് വരും. ബോത്ത് ദ ഫോഴ്സസ് വിൽ നോട്ട് ബി സെയിം. Right, both the forces will not be same, and what happens is this F1 into A will produce a moment, and F2 into B will produce a moment. Now if these moments are not equal, ഇത് രണ്ടും ഈക്വൽ അല്ല എങ്കിൽ അവിടെ ഒരു റിസൾട്ടന്റ് മൊമെന്റ് ഉണ്ടാവും, and because of this the chances of failure of the welded joint is more. Clear? No. ക്ലിയർ ആണോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? അപ്പൊ എങ്ങനെ നമുക്ക് ഇത് ഈക്വൽ ആക്കാം എന്നുള്ളതാണ് ചോദ്യം. അത് ഈക്വൽ ആക്കണമെങ്കിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെൽഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ വരുത്താൻ പറ്റാവുന്ന ഡിഫറൻസ് മാത്രമാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഇത് ചെയ്തിട്ട് കിട്ടിയെന്നുള്ള കാര്യങ്ങൾ നോക്കാം. നൗ let small f represent the resistive force per unit length. Okay, represent a resistive force per unit length. Okay, per unit length. So unit length le resistive force aanu. Unit length le resistive force ഞാൻ small f ആയിട്ട് represent ചെയ്യാണ്. Okay, and let L be the total length. Let L is equal to total length of weld. Okay, length of weld. That means your L is equal to LA plus LB. Okay, total length LA plus LB. Correct. Okay, now അങ്ങനെയാണെങ്കിൽ your F1 is equal to എനിക്ക് ഇങ്ങനെ പറയാം F1 is equal to total force FA ൽ വരുന്നത് വെച്ചാൽ ഇങ്ങനെ പറയാം LA into F എന്ന് പറയാം. പറഞ്ഞോടെ LA ആണ് ടോട്ടൽ ലെങ്ത്, ഈ ലെങ്ത് LA, പിന്നെ റെസിസ്റ്റീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എഫ് ആണ് അല്ലെ. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ടോട്ടൽ ലെങ്ത് ആണ് അല്ലെ. ഒരു യൂണിറ്റ് ലെങ്ത്തിന്റെ റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് സ്മോൾ എഫ്. ഞാൻ അങ്ങനെ ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, യൂണിറ്റ് ലെങ്ത്തിൽ, കാരണം എനിക്ക് ഇത് രണ്ടിനെയും കാണണം. അപ്പോൾ യൂണിറ്റ് ലെങ്ത്തിൽ റെസിസ്റ്റീവ് ഫോഴ്സ് ഇഫ് ഐ ഹാവ് ടേക്കൻ ആസ് എഫ്, then F1 will be equal to LA into F. Now similarly my F2 is equal to LB into F ആയിരിക്കും. ശരിയല്ലേ? Right. Now since the moment must be balanced, like to prevent failure, the moments must be balanced. Like moment must be balanced. Right. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഇതിന്റെ മൊമെന്റും എടുക്കാം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ പറയാം F1 into A must be equal to F2 into B ആയിരിക്കണം. But F1 is nothing but LA into F into A is equal to LB into F into B. Okay, now you can cancel the F and F, or therefore നമുക്ക് ഇങ്ങനെ പറയാം your LA is equal to LB into B divided by A എന്ന് പറയാം. Okay, now this is your length LA. Okay, let this be my first equation. Okay, now similarly നമുക്കറിയാം total length L is equal to LA plus LB. Okay, LA plus LB. Now substituting 1 in 2, അടുത്ത പേജിലേക്ക് പോകണം. So substituting, sorry. Okay, now substituting 1 in 2. Okay, 1 ഇതാണ് LB into B. LA ക്ക് പകരം ഞാൻ LB into B divided by A കൊടുക്കുകയാണ്. Into നോക്കാം, L is equal to LB into B divided by A അല്ലെ, plus LB. Okay, for the total length L is equal to LB into B divided by A plus LB. Okay, right. Or L minus LB is equal to LB into B divided by A. Okay, on rearranging,
സോ എ ഇൻറ്റു ഞാൻ എനോട് ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ എ ഇൻറ്റു എൽ മൈനസ് എ ഇൻറ്റു എൽ ബി ഇസ് ഈക്വൽ ടു എൽ ബി ഇൻറ്റു ബി എന്ന് പറയാം. ഓർ എ ഇൻറ്റു എൽ ഇസ് ഈക്വൽ ടു എൽ ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയാം. ഓർ മൈ എൽ ബി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ a plus b. Okay, now this is an important relationship. This is a very important relationship. Now similarly, solve with you can also say that LA is equal to B into L divided by A plus B. Okay, now this is the second important relationship. Okay, if in the case the length in terms of total length represent provided you know A and B. ഡിസ്റ്റൻസ് എ ബി അറിയാമെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ ലെങ്ത് കണ്ടെടുത്താൽ നമുക്ക് ഇവിടെ മെയിൻ ഇമ്പോർട്ടന്റ് വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ ലെങ്ത് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും ഈസി ആയിട്ട്. അത് പറയാം. കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വേണം, എൽ എ വാല്യൂ എത്രയാണെന്ന് പറയേണ്ടി വരും, എൽ ബി എത്രയാണെന്ന് പറയേണ്ടി വരും. നൗ വി ആർ റെപ്രസെന്റിംഗ് ദാറ്റ് എൽ എ ഇൻ ടേംസ് ഓഫ് ഈ ഡിസ്റ്റൻസ് എ ബിയും അതുപോലെ ടോട്ടൽ ലെങ്ത്തിന്റെ ഫോമുല നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, സോ ദിസ് എൽ എ ഇസ് ഈക്വൽ ടു എൽ ബി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എൽ ഡിവൈഡ് ബൈ എ പ്ലസ് ബി. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ബി ആണ് കാണണമെങ്കിൽ എ ഇൻറ്റു എൽ ആണ്, എ ആണ് കാണണമെങ്കിൽ ബി ഇൻറ്റു എൽ ആണ് ഡിവൈഡ് ബൈ എ പ്ലസ് ബി. ഓക്കെ, ദാറ്റ് വിൽ ഗീവ് യു ദ ലെങ്ത്, ഫസ്റ്റ് പാർട്ടിന്റെ ലെങ്ത് എൽ ബിയും അതുപോലെ സെക്കൻഡ് പാർട്ടിന്റെ ലെങ്ത് എൽ എയും, രണ്ട് ലെങ്ത്തും കിട്ടാനുള്ള ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, റൈറ്റ്, ക്ലിയർ ആണോ? നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ദിസ് വൺ. ഒന്നുകൂടെ പറയാം, ക്ലിയർ ആയില്ല. അതെ അതെ അതെ. F1 F2 സെയിം ഡയറക്ഷനിൽ F1 F2 അതിന്റെ വെസ്റ്റ് ഫോഴ്സ് ആയിരിക്കില്ലേ പീന്റെ? അതെ, അത് രണ്ടും സെയിം ഡയറക്ഷനിൽ പോകും. സെയിം ഡയറക്ഷനിൽ നമ്മളൊരു സാധനത്തിൽ പിടിച്ചു വലിച്ചാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലെ? ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നല്ലേ പറയുന്നത്? അല്ല, പി അപ്പുറത്ത് ഇപ്പുറത്തേക്കല്ലേ വിളിക്കുന്നത്, ലെഫ്റ്റ് റൈറ്റിലോട്ടേക്കല്ലേ വിളിക്കുന്നത്. അന്നേരം F1 F2 ലെഫ്റ്റോട്ടേക്ക് മാത്രം പോകും. അതെ, അങ്ങനത്തെ അല്ലേ വരച്ച ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കല്ലേ ഫോഴ്സ് വരുന്നത്. പിന്നെ അവിടെ സംഭവിക്കുന്നത് മൊമെന്റ് ആണ് വരുന്നത്. ഈ ഫോഴ്സ് ഇൻറ്റു F1 എന്നുള്ള ഫോഴ്സ് ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് അവിടെ ഒരു മൊമെന്റ് ആണ് ഉണ്ടാവുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അതുപോലെ F2 എന്നുള്ള ഫോഴ്സും ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബി കൊണ്ട് അവിടെ ഉണ്ടാവുന്നത് ഒരു ക്ലോക്ക് വൈസ് മൊമെന്റും. ക്ലിയർ ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ പറയണേ? കാരണം ഫോഴ്സ് ഡയറക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷൻ, പി ഏത് ഡയറക്ഷനാണ് കൊടുത്താൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അതിന്റെ റിയാക്റ്റീവ് ഫോഴ്സ്. ഓക്കെ, പക്ഷെ ഇതിന്റെ രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ അപ്പൊ ഒരേ ലെങ്ത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായാലും ഡിഫറെന്റ് ആയിരിക്കും, കാരണം ഈ ഡിസ്റ്റൻസ് ഡിഫറെന്റ് ആണ്. റൈറ്റ്, അത് സെയിം ആക്കാനാണ് നമ്മൾ മെറ്റീരിയൽ കൊടുക്കുന്നതിന്റെ ലെങ്ത്തിൽ ഡിഫറൻസ് വരുത്തുന്നത്. അതെ, ആ ലെങ്ത് എങ്ങനെ കാണണമെന്നാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. ആ റിലേഷൻഷിപ്പ് യൂസ് ചെയ്താൽ ഡയറക്റ്റ്ലി ആ ലെങ്ത് കണ്ടെത്താം. ക്ലിയർ ആണോ ബാക്കിയുള്ളവർക്ക്? സെക്കൻഡ് പാർട്ട് നോട്ട് ചെയ്യാം. സമയമായ അറ്റൻഡൻസ് എടുക്കാം. ഇതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്, അത് ഞാൻ തരട്ടെ, നിങ്ങളത് ചെയ്യുമോ? ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കേ, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, ഗ്രൂപ്പിലിട്ട് തരാം. അത് അറ്റംപ്റ്റ് ചെയ്യുക. അതിൽ ഒരു കാര്യമുള്ളൂ, അത് ചെയ്യേണ്ട കേസിൽ ഇനീഷ്യലി നമ്മൾ ടോട്ടൽ ലെങ്ത് എല്ല് കണ്ടുപിടിക്കണം. ടോട്ടൽ ലെങ്ത് എല്ല് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ അത് ഇനീഷ്യലി ഒരു ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ് വെൽഡ് ആണെന്ന് അസ്യൂം ചെയ്യാം, എന്നിട്ട് ലെങ്ത് എല്ല് കണ്ടുപിടിക്കുക. പിന്നെ ബാക്കി പ്രൊസീജിയർ ഓരോന്നിന്റെ എന്ന് വെച്ചാൽ നമ്മൾ ഇതന്നെ എന്താ പറയുക 0.707 ഇൻറ്റു എൽ ഇൻറ്റു എന്നുള്ള ആ ഒരു ഫോമുലയിൽ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലെങ്ത് എൽ. അതിനുശേഷം ലെങ്ത് എല്ല് കിട്ടിക്കഴിഞ്ഞാൽ അതേപോലെ സെന്റർ ഡിസ്റ്റൻസും കിട്ടുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പിന്നെ എൽ എയും എൽ ബിയും കണ്ടുപിടിക്കാം. ഓക്കെ, സിമ്പിൾ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ തരാം, ഞാൻ അയച്ചു തരാം, നിങ്ങൾ എന്തായാലും നോക്കുക. ഞാൻ ഇന്ന് ഇതും കൂടെ തീർക്കാനുള്ള പ്ലാനിലാണ് തുടങ്ങിയത്. ഓക്കെ, നാളെ എസെൻട്രിക് ലോഡിങ് തുടങ്ങാന്നുള്ള പ്ലാനിലാണ് ഉള്ളത്. ഓക്കെ, നോക്കട്ടെ.
ഓക്കെ, അങ്ങനെ ഇതേപോലെ കണ്ടിന്യൂസ് അവേഴ്സ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീർക്കായിരുന്നു. നാളെ ഇപ്പൊ ഏതായാലും ഒരു അവറേ ഉള്ളൂ. അതിന് അടുത്ത ദിവസം ഇതുപോലെ കണ്ടിന്യൂസ് കിട്ടുമോ നോക്കാം. ഇല്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്, ടൈം ഭയങ്കരമായിട്ട് നഷ്ടം. കാരണം മിക്കവാറും ഒന്നെടുത്ത് തീരാനാവുമ്പോഴാണ് ഞാൻ